പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവപിതാവിൻ്റെ ദാനമായി ഞങ്ങളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. എളിമയോടും പശ്ചാത്താപത്തോടും കൂടെ ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഓർക്കുവാനും കണ്ടെത്തുവാനും ചിന്തയാലും വാക്കാലും പ്രവൃത്തിയാലും അങ്ങേക്കെതിരെ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ധൂർത്തപുത്രനെ പോലെ അങ്ങയുടെ കാരുണ്യാതിരേകം അനുഭവിക്കുവാനും എന്നും അങ്ങയുടെ മക്കളായി ജീവിക്കുന്നതിനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. മനസ്താപ പ്രകരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിലുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കും. ആമേൻ. മനുഷ്യ സങ്കല്പങ്ങൾക്ക് അതീതമായ പീഡാസഹനങ്ങളെ ശരീരത്തിലും മനസ്സിലും ഏറ്റെടുത്ത കർത്താവേ, സഹനങ്ങളല്ല ഉത്ഥാനമാണ് ആത്യന്തിക ജീവിത യാഥാർത്ഥ്യമെന്ന് അങ്ങ് വെളിപ്പെടുത്തി തന്നുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും രക്ഷണീയമാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടൊത്ത് കുരിശുകൾ ഏറ്റെടുക്കുവാനും ലോകപാപങ്ങൾക്കായി അവയെ സമർപ്പിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈശോയുടെ കുരിശോടുകൂടെ ചേർന്ന് നിന്ന അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 19-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ ഒരു മുൾക്കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു. ഒരു ചെമന്ന മേലങ്കി അവനെ അണിയിച്ചു. അവർ അവൻ്റെ അടുക്കൽ വന്ന്, യഹൂദരുടെ രാജാവേ, സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പ്രഹരിച്ചു. മുൾക്കിരീടവും ചെമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുവിൻ. എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം, ഹെബ്രായ ഭാഷയിൽ ഗബ്ബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിങ്കലിരുന്നു. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറുമായിരുന്നു. അവൻ യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ. പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ? പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു, സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കുവാനായി അവർക്ക് വിട്ടുകൊടുത്തു. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം, ഹെബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെ ക്രൂശിച്ചു. അവനോടൊപ്പം മറ്റു 2 പേരെയും, യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലുമായും. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും
അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടതിനായി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹീസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ ഈശോയെ, അങ്ങ് ഗത്സമനിൽ വെച്ച് രക്തം ഉയർത്തതിനെ ഓർത്ത് ഞങ്ങളോട് കരുണയായിരിക്കണമേ. എൻ്റെ ഈശോയെ, അങ്ങ് അങ്ങയുടെ ശിഷ്യന്മാരാലും മറ്റുള്ളവരാലും പരിത്യജിക്കപ്പെട്ടതിനെ ഓർത്ത് ഞങ്ങളോട് കരുണയായിരിക്കണമേ. എൻ്റെ ഈശോയെ, അങ്ങ് മനുഷ്യരുടെ മുന്നിൽ വെച്ച് അന്യായമായി വിധിക്കപ്പെട്ടതിനെ ഓർത്ത് ഞങ്ങളോട് കരുണയായിരിക്കണമേ. എൻ്റെ ഈശോയെ, അവിടുത്തെ തിരുമുഖത്ത് ഏറ്റ പ്രഹരത്തെ ഓർത്ത് ഞങ്ങളോട് കരുണയായിരിക്കണമേ. എൻ്റെ ഈശോയെ, അവിടുന്ന് ഏറ്റ ക്രൂരമായ ചാട്ടവാറടികളെ ഓർത്ത് ഞങ്ങളോട് കരുണയായിരിക്കണമേ. എൻ്റെ ഈശോയെ, അങ്ങയുടെ ശിരസിൽ ആഴ്ന്നിറങ്ങിയ മുൾമുടിയെ ഓർത്ത് ഞങ്ങളോട് കരുണയായിരിക്കണമേ. എൻ്റെ ഈശോയെ, ഭാരമേറിയ കുരിശും വഹിച്ച ദുർഘടമായ വഴികളിലൂടെ അവിടുന്ന് നടന്നതിനെ ഓർത്ത് ഞങ്ങളോട് കരുണയായിരിക്കണമേ. എൻ്റെ ഈശോയെ, വേറോനിക്കയുടെ തൂവാലയിൽ പതിഞ്ഞ അവിടുത്തെ രക്തമണിഞ്ഞ തിരുമുഖത്തെ ഓർത്ത് ഞങ്ങളോട് കരുണയായിരിക്കണമേ. എൻ്റെ ഈശോയെ, അങ്ങ് കുരിശുമായി 3 പ്രാവശ്യം വീണതിനെ ഓർത്ത് ഞങ്ങളോട് കരുണയായിരിക്കണമേ. എൻ്റെ ഈശോയെ, അവിടുത്തെ ശരീരത്തിൽ രക്തത്താൽ ഒട്ടിപ്പിടിച്ച വസ്ത്രം ഉയർന്നെടുത്തതിനെ ഓർത്ത് ഞങ്ങളോട് കരുണയായിരിക്കണമേ. എൻ്റെ ഈശോയെ, അവിടുത്തെ കൈകളിലും കാലുകളിലും കൂർത്ത ആണികൾ തറച്ചതിനെ ഓർത്ത് ഞങ്ങളോട് കരുണയായിരിക്കണമേ. എൻ്റെ ഈശോയെ, അങ്ങയെ കുരിശിൽ തറച്ചതിനെ ഓർത്ത് ഞങ്ങളോട് കരുണയായിരിക്കണമേ. എൻ്റെ ഈശോയെ, അവിടുത്തെ പാർശ്വം കുത്തിപ്പിളർന്ന് രക്തവും ജലവും ഒഴുകിയതിനെ ഓർത്ത് ഞങ്ങളോട് കരുണയായിരിക്കണമേ. കർത്താവായ ഈശോയെ, ലോകത്തിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന സഭയെയും അതിൻ്റെ സജീവ അവയവങ്ങളായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, ആത്മായ സഹോദരങ്ങൾ എന്നിവരെയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങൾ ഒരു മനസ്സും ഒരു ഹൃദയവുമായി തീരുവാനും ഏകജ്ഞാനത്താൽ പവിത്രീകരിക്കപ്പെടുവാനും വിശ്വാസ സമഗ്രതയിൽ ഐക്യപ്പെടുന്നതിനും സ്നേഹത്തിൽ ഒന്നിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സമസ്ത അധികാരവും അങ്ങേക്കാണല്ലോ നൽകപ്പെട്ടിരിക്കുക. ഞങ്ങളുടെ രാജ്യത്തിലെ ഭരണാധികാരികളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും സ്പർശിക്കണമേ. ജനങ്ങളുടെ ക്ഷേമം, സമാധാനം, സുരക്ഷിതത്വം, മതസ്വാതന്ത്ര്യം എന്നിവയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ
ദുഃഖിതരുടെ ആശ്വാസവും അധ്വാനിക്കുന്നവരുടെ അത്താണിയുമായ കർത്താവെ, വിവിധ യാതനകളാലും സഹനങ്ങളാലും രോഗങ്ങളാലും വേദന അനുഭവിക്കുന്നവരുടെ നിലവിളി ശ്രവിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ അങ്ങേ കാരുണ്യം അവരോടൊപ്പം ഉണ്ടാകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ ഞങ്ങളുടെ രക്ഷകനായ കർത്താവേ, അനുദിന ജീവിതത്തിലെ ദുഃഖഭാരങ്ങൾ ഞങ്ങളെ തളർത്തുമ്പോൾ അങ്ങ് അനുഭവിച്ച പീഡകളുടെ രക്ഷാകര ശക്തി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ശാരീരികവും മാനസികവും ആത്മീയവുമായ തകർച്ചയിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുക്കണമേ. വിശുദ്ധ പത്രോസിനെ അങ്ങേ ദിവ്യദൃഷ്ടിയാൽ ശക്തനാക്കിയ അവിടുത്തെ അനുകമ്പ നിറഞ്ഞ നയനങ്ങളാൽ ഞങ്ങളെയും കടാക്ഷിക്കണമേ. പൈശാചികമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, ദുഷ്ടശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും, ശാരീരികവും ആത്മീയവുമായ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. ആത്മബലിയല്ലോ ദേവാ, എൻ്റെ വീണ്ടെടുപ്പിൻ വിലയായി. ആത്മബലിയല്ലോ ദേവാ, എൻ്റെ വീണ്ടെടുപ്പിൻ വിലയായി. ഉള്ളുമീ കണ്ണീർ കണങ്ങൾ നിന്നിൽ അർച്ചനയാവട്ടെ നാഥാ. പൊള്ളുമീ കണ്ണീർ കണങ്ങൾ നിന്നിൽ അർച്ചനയാവട്ടെ നാഥാ. ആത്മബലിയല്ലോ ദേവാ, എൻ്റെ വീണ്ടെടുപ്പിൻ വിലയായി. കർത്താവിന്നോഹരിയെങ്കിൽ എൻ്റെ ജന്മം സഫലമായേനേ. കർത്താവിന്നോഹരിയെങ്കിൽ എൻ്റെ ജന്മം സഫലമായേനേ. നീ ഒഴിഞ്ഞുള്ളവയെല്ലാം ഇനി അന്യമാണീശ. ആത്മബലിയല്ലോ ദേവാ, എൻ്റെ വീണ്ടെടുപ്പിൻ വിലയായി. ഉള്ളുമീ കണ്ണീർ കണങ്ങൾ നിന്നിൽ അർച്ചനയാവട്ടെ നാഥാ. ഉള്ളുമീ കണ്ണീർ കണങ്ങൾ നിന്നിൽ അർച്ചനയാവട്ടെ നാഥാ.